ശ്രീകൃഷ്ണാനുമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ, അതായത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. 3-ാം തീയതിയാണ് നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി ശ്രീ ഗുരുവായൂരപ്പൻ മരത്തിന്റെ ചില്ലയിൽ കയറിയിരിക്കുന്ന രൂപത്തിലാണ് കേട്ടോ. ആ ഒരു വസ്ത്രാപഹരണ ലീലയുടെ ആ ഒരു ഭാഗമായിട്ട് ആലിന്റെ കൊമ്പത്തൊക്കെ കയറിയിരുന്ന് ഓടക്കുഴൽ ഊതുന്ന ഉണ്ണികൃഷ്ണനെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ആ കുഞ്ഞു ഉണ്ണികൃഷ്ണന്റെ പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഒരുപാട് പേര് വിളിച്ചന്വേഷിക്കുന്നുണ്ട് സവിത സേഫ് അല്ലേ എന്ന്. ചോദിച്ച എല്ലാവർക്കും, ചോദിക്കാൻ മറന്നുപോയ എല്ലാവരോടും പറയാണ് സേഫ് ആയിട്ടിരിക്കണു, കുഴപ്പമൊന്നുമില്ല. മമ്മിയൂർ അമ്പലത്തിന്റെ അടുത്താണ് എൻ്റെ വീടെന്ന് എപ്പോഴും പറയാറുണ്ട്. മമ്മിയൂർ അമ്പലത്തിന്റെ ആ ഭാഗത്ത് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ സവിത സേഫ് അല്ലേ, വീട്ടിലേക്ക് വെള്ളം കയറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, റോഡ് സൈഡിലൊക്കെ വെള്ളമുണ്ട്, പക്ഷെ വീടിന്റെ ആ ഒരു വഴിയിലേക്കൊന്നും വന്നിട്ടില്ല. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. മഴ ഇല്ലാണ്ട് നമ്മൾ ഇത്തിരി വിഷമിച്ചൂലേ ഈ വർഷം. പക്ഷെ അപ്പൊ എന്തായി, ഇങ്ങനെ മഴ പെയ്തു. ഇങ്ങനെ ആയിരുന്നില്ല അല്ലേ വേണ്ടത്. ഒരു മിതമായ രീതിയിൽ മതിയായിരുന്നു നമുക്ക്. എന്താ ചെയ്യാ, നമ്മൾ തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ ഉത്തരവാദി. കഴിഞ്ഞ ദിവസം മമ്മിയൂരമ്പലത്തിന്റെ മുമ്പില് വെള്ളം കയറിയതായിട്ട് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. അതിന്റെ താഴെ വന്ന കമന്റ് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. മനുഷ്യരുടെ ഒരു ചിന്ത പോണത്. ഇപ്പൊ മനസ്സിലായില്ലേ ദൈവം ഒന്നും ഇല്ല എന്നുള്ളത് എന്നാണ് അതിന്റെ അടിയിൽ വന്നൊരു കമന്റ്. എന്താ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാ അല്ലെ. നമ്മൾ ചെയ്തു വെക്കാനുള്ള എല്ലാം ചെയ്തു വെക്കുക. കാണുന്നിടത്ത് മുഴുവൻ ബിൽഡിംഗ് പണിയാ, ഉള്ള മരങ്ങൾ മുഴുവൻ മുറിച്ച് കളയാ, വെള്ളം താഴാനുള്ള സൗകര്യങ്ങളെല്ലാം നശിപ്പിച്ച് കളയാ, എന്നിട്ട് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ദൈവമൊന്നും ഇല്ല എന്ന് പറയാ. എന്താ നമ്മുടെ ഒരു അവസ്ഥ അല്ലെ. എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും ചിന്തിക്കാം. നമ്മൾ എന്തായാലും അങ്ങനെ ചിന്തിക്കണില്ല. ശ്രീ ഗുരുവായൂരപ്പൻ ആർക്കും ബുദ്ധിമുട്ടുകൾ വരുത്താതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോവാം അല്ലെ. ഇനി കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ എല്ലാവരും കണ്ടു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് ദിവസമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണത്. ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ മേൽശാന്തിമാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളതും മേൽശാന്തിമാരുടെ ചുമതലകൾ എന്താണെന്ന് അറിയാനാണ് ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കാറുള്ളത്. അതിനൊറ്റ കാരണങ്ങൾ കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ശാന്തി ഏൽക്കുക എന്നുള്ള ചടങ്ങും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും ഒക്കെ ആദ്യമായിട്ടായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതിനൊരു നിയോഗം ശ്രീ ഗുരുവായൂരപ്പൻ എനിക്കും എൻ്റെ ഏട്ടനായിട്ടുള്ള അജയേട്ടനും തന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലേ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വീഡിയോസ് മുടങ്ങി പോകുന്നതുകൊണ്ട് നമ്മുടെ രാമായണം കഥ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പായി പോകുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹനുമാൻ സ്വാമി സീതയെ കാണുന്ന ആ രംഗം വരെയാണ് അശോകവനികയിലെ ശിംശിബാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന സീതാദേവി സ്വന്തം ജീവൻ അവസാനിപ്പിക്കണോ എന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാനര രൂപത്തിലുള്ള നമ്മുടെ സാക്ഷാൽ ഹനുമാൻ സ്വാമി ആ വൃക്ഷത്തിൻ്റെ മുകളിൽ വന്നിരുന്നു കൊണ്ട് രാമകഥ പാടാൻ തുടങ്ങി. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് രാമലീലകൾ ഓരോന്നും പറയുകയാണ്. പക്ഷെ സീതാദേവിക്ക് തോന്നി എന്താ അതിനു മുമ്പായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏത് രാക്ഷസിയാണ് സീതയ്ക്ക് അനുകൂലമായിട്ട് അവിടെ സംസാരിച്ചത് എന്ന്. ത്രിജട എന്ന രാക്ഷസിയായിരുന്നു സീതയ്ക്ക് അനുകൂലത്തിലുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും സീതയോട് രാവണ മഹാത്മ്യം പാടാൻ വരികയായിരുന്നു. അപ്പം എന്തായാലും ഇവിടെ രാമൻ്റെ ഇങ്ങനെ ഓരോ വീരസാഹസ കഥകളായിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട്. അപ്പോൾ സീതയ്ക്ക് ഒട്ടും വിശ്വാസമായില്ല കേട്ടോ. കാരണം രാവണൻ അതീവ മായാശാലിയാണ്. ഏത് രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് രാവണൻ്റെ ഒരു മായാലീലയാവും എന്ന് വിചാരിച്ചു. പക്ഷെ വളരെ ഭക്തിപൂർവ്വം ഹനുമാൻ പറയാൻ തുടങ്ങിയപ്പോൾ സീതയ്ക്ക് തോന്നി ശരിക്കും രാമൻ അയച്ച ആരെങ്കിലും ആയിരിക്കുമോ എന്ന്. ആ ഒരു നിമിഷം ഹനുമാൻ സ്വാമി സീതയുടെ മുൻപിൽ വന്നുകൊണ്ട് സീതാദേവിയോട് പറഞ്ഞു, ഞാൻ രാവണനെ കാണാൻ വന്ന രാമദൂതനാണ്, അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ വന്നതാണ്, എന്നെ ശ്രീരാമദേവൻ അയച്ചതാണ് എന്ന് പറഞ്ഞു.
അപ്പൊ സീതാദേവിക്ക് സന്തോഷമായി. എന്നാലും വിശ്വസിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. ആ നിമിഷം സുഗ്രീവ സഖ്യം, ബാലീവധം തുടങ്ങിയിട്ടുള്ള ആ സീതാദേവിയെ രാവണൻ കൊണ്ടുവന്നതിന് ശേഷം ശ്രീരാമൻ നടത്തിയ ലീലകൾ ഓരോന്നും അനുസ്മരിച്ചു പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് വാനരന്മാരെ സുഗ്രീവന്റെ ആജ്ഞപ്രകാരം തെക്ക് ദേശത്ത് പോയതും സമ്പാദിയെ കണ്ടതും ജടായുവിന്റെ കാര്യം പറഞ്ഞതും എല്ലാം ഹനുമാൻ പറഞ്ഞു. അങ്ങനെ സീതാദേവിക്ക് ഇനിയും വിശ്വാസമായിട്ടില്ലെങ്കിൽ അമ്മ ഇത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് രാമന്റെ ആ ഒരു രാജമുദ്ര പതിപ്പിച്ച മോതിരം കാണിച്ചു കൊടുക്കും, അങ്കുലീയം കാണിച്ചു കൊടുത്തു. ഇത് കാണിച്ചു കൊടുത്തപ്പോൾ സീതാദേവിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ട് ഹനുമാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യൂ, ഞാൻ കൊണ്ടുപോവാം അമ്മയെ. സമുദ്രം ചാടി കടന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്, അപ്പൊ സമുദ്രം ചാടി അങ്ങോട്ടും കടക്കാൻ എനിക്ക് എളുപ്പമുണ്ട്. അമ്മ എൻ്റെ തോളിൽ കയറിയിരുന്നോളൂ, ഞാൻ അവിടെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. ശ്രീരാമദേവന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. അപ്പൊ സീതാദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല ഹനുമാൻ വേണ്ടത്. എൻ്റെ സ്വാമി തന്നെ വന്ന് രാവണന്റെ അഹങ്കാരം തീർത്ത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതല്ലേ വീരസാഹസികത, അതല്ലേ രാമന് അനുയോജ്യമായ രീതി. അതല്ലാതെ രാത്രിയിൽ രാവണൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് എന്നെ ഒരു വാനരൻ വന്ന് കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ രാവണനും രാമനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതാവില്ലേ. അതുകൊണ്ട് രാമന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, പാതിവൃത്യമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കനുയോജ്യം അതല്ലേ ഹനുമാൻ എന്ന് ചോദിച്ചപ്പോൾ ഹനുമാന് തോന്നി ശരിയാണ് അമ്മ പറഞ്ഞത് എന്ന്. ആ സമയത്ത് അമ്മ സീതാദേവി ഹനുമാന് തൻ്റെ ചൂടാരത്നം കൊടുക്കുകയാണ്. ഇത് ശ്രീരാമന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. വാൽമീകി രാമായണത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കഥയും കൂടി സീതാദേവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹനുമാൻ സ്വാമിക്ക്. അത് വേറൊന്നുമല്ല, ഒരു കാക്കയുടെ രൂപത്തിൽ ജയന്തൻ എന്ന ഒരസുരൻ വന്ന് ആ സീതാദേവിയെ ഒരിക്കൽ ശ്രീരാമദേവൻ സീതയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ സമയത്താണ് ജയന്തൻ വന്നിട്ട് കാക്കയുടെ രൂപത്തിൽ വന്നിട്ട് സീതാദേവിയെ കൊത്തിമുറിവേൽപ്പിച്ച് ആ ഒരു കുറേ തവണ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ടും ആ കാക്ക പോകുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് സീതയെ മുറിവേൽപ്പിക്കും. ആ രക്തം ശ്രീരാമന്റെ കണ്ണിൻ്റെ അവിടേക്ക് വന്നപ്പോഴാണ് ശ്രീരാമൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതും ശ്രീരാമന് വലിയ ദേഷ്യം വന്നിട്ട് എൻ്റെ സീതയെ മുറിവേൽപ്പിക്കുകയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ദർഭ പുല്ലെടുത്ത് അത് ബ്രഹ്മാസ്ത്രമാക്കി മാറ്റി ആ കാക്കയ്ക്ക് നേരെ അദ്ദേഹം പ്രയോഗിച്ചു. ആ കാക്ക 14 ലോകത്തിലും ശരണം പ്രാപിക്കാൻ ഓടിയിട്ടോ. ഒരു ദേവന്മാരും അദ്ദേഹത്തിന് ശരണാഗതി നൽകിയില്ല. കാരണം രാമബാണമാണ്, അതിനെ തടുക്കാൻ ഞങ്ങൾ ആരും വിചാരിച്ചാൽ സാധ്യമല്ല. അത് തടുക്കണമെങ്കിൽ സാക്ഷാൽ ശ്രീരാമദേവൻ വിചാരിച്ചാലേ സാധ്യമാവുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തിരിച്ചയച്ചു. അദ്ദേഹം നേരെ വന്ന രാമന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് തെറ്റും മാപ്പും പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ബ്രഹ്മാസ്ത്രത്തിനെ ഒരിക്കലും എനിക്ക് വെറുതെ പിൻവലിക്കാൻ പറ്റില്ല. നീ ചെയ്ത തെറ്റിന് നിന്റെ ഒരു കണ്ണ് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് ആ കാക്ക വേഷത്തിൽ വന്ന ജയന്തൻ്റെ ഒരു കണ്ണ് പോയി. ബാക്കി ഒരു കണ്ണു വെച്ചിട്ട് അദ്ദേഹത്തിന് പോവേണ്ടി വന്നു. ഈ ഒരു കാര്യം ഇത് നടന്നത് സീതയ്ക്കും ശ്രീരാമനും മാത്രം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കാകാസുര വൃത്താന്തം എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവി ഈ ഒരു കാര്യം കൂടി ഹനുമാൻ സ്വാമിയോട് പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ 2 ഉദ്ദേശമുണ്ട് അത്രേ. ഒന്ന്, ഇത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ ഹനുമാൻ സ്വാമി ശരിക്കും സീതയെ കണ്ടു എന്നുള്ളതിന് ഒരു തെളിവായിട്ട്. രണ്ടാമത്, ഒരു കാക്ക എന്നെ മുറിവേൽപ്പിച്ചതിൽ ഇത്രയധികം കോപാകുലനായ രാമ, ഈ രാവണനെ വധിക്കാൻ എന്താണ് അങ്ങ് ഇത്രയധികം താമസിക്കുന്നത്? ഇനിയും അങ്ങയെ കാണാതെ ജീവിക്കാൻ ഈ സീതയാൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ആ സീതാദേവി പറഞ്ഞ സന്ദേശത്തിന്റെ അർത്ഥം. എന്തായാലും ഇതെല്ലാം കേട്ടുകൊണ്ട് ഹനുമാൻ സ്വാമി അവിടെ നിന്ന് അമ്മയോട് യാത്ര പറയാണ്. യാത്ര പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് തോന്നി, ഇങ്ങനെ പോയാൽ പറ്റില്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യം കഴിഞ്ഞു കേട്ടോ. എനിക്ക് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് രാമന്റെ അങ്കുലിയം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ചുമതല. രാമൻ ഉടനെ വരും എന്ന് പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ചുമതല. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല.
കാരണം രാവണൻ ആരാണ്, എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സൈനിക ശക്തി എന്താണ്, ലങ്കാപുരി എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ശ്രീരാമദേവനോട് പറഞ്ഞാലാണ് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ യുദ്ധത്തിന് സജ്ജമാവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ വന്നു എന്നുള്ളത് എല്ലാവരും അറിയട്ടെ എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ മനോഹരമായ അശോകവനികയിൽ ഓരോ മരവും പിഴുത് എറിഞ്ഞ മണ്ഡപങ്ങളൊക്കെ തകർക്കാൻ തുടങ്ങിയിട്ടോ. ഇതൊക്കെ കണ്ടതും രാക്ഷസിമാരൊക്കെ പല രീതിയിൽ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്നി ചിതറി ഓടിയാകെ ബഹളമായി. ഇതറിഞ്ഞ രാവണൻ എന്തു ചെയ്തു? ആദ്യം കുറച്ച് സൈനികരെ അറിയിച്ചു. ആ സൈനികരെയൊക്കെ ഹനുമാൻ സ്വാമി നിമിഷ നേരം കൊണ്ട് അങ്ങേ ലോകത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോഴാണ് ഇത് സാധാരണ വാനരനല്ല എന്ന് തോന്നി. കുറച്ച് ബലവാന്മാരായിട്ടുള്ള സൈനികരെ പറഞ്ഞയച്ചു. അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നായി. മന്ത്രി പുത്രന്മാരെയും 5 പ്രധാന സൈനികരെയും പറഞ്ഞയച്ചു. അവർ 5 പേരെയും നിഷ്പ്രയാസം കൊന്നുകളഞ്ഞു. ജംബുമാലി എന്ന അതീവ എന്താ പറയുക ശക്തനായ യോദ്ധാവിനെ പറഞ്ഞയച്ചു. അദ്ദേഹത്തിനെയൊക്കെ ഉണ്ടല്ലോ ഒരു പാറക്കല്ലെടുത്ത് തലക്കിട്ട ആ നിമിഷം അങ്ങോട്ട് കഴിച്ചു കഥ. അതും കൂടി അറിഞ്ഞപ്പോഴാണ് അക്ഷകുമാരൻ എന്ന രാവണപുത്രനെ രാവണൻ അയച്ചത്. അക്ഷകുമാരൻ വളരെ ചെറുപ്പക്കാരനാണെങ്കിലും അദ്ദേഹത്തിന് യുദ്ധത്തിലൊക്കെ നല്ല പ്രാവീണ്യമുണ്ട്, നല്ല ശക്തിമാനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചത്. അദ്ദേഹത്തിനെ കണ്ടതും ഹനുമാൻ സ്വാമിക്ക് എളുപ്പം തോന്നി. എന്ത് ചെറിയ കുമാരനാണ്, എളുപ്പത്തിൽ തീർക്കാം എന്ന് കരുതി ആ രഥത്തിൽ നിന്ന് യുദ്ധമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഏത് അസ്ത്രം പ്രയോഗിച്ചാലും എന്ത് തന്നെ പ്രയോഗിച്ചാലും ഹനുമാൻ സ്വാമിക്ക് അതൊക്കെ നിഷ്പ്രയാസം തകർത്തെറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അക്ഷകുമാരനെ അദ്ദേഹം കാലിൽ പിടിച്ച് നിലത്തടിച്ച് വധിച്ചു. അത് അറിഞ്ഞപ്പോൾ രാവണന് വല്ലാത്ത സങ്കടവും കോപവും ഒക്കെ തോന്നി. കാരണം സ്വന്തം മകനെ ഒരു വാനരനാണ് ഇല്ലാണ്ടാക്കിയത്. ലങ്ക ആകെ ഭീതിയിലാണ്ടു. ലങ്കയിൽ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ഒരു സാധാരണ വാനരനല്ല, ഇവൻ ആരാണ് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയതും ആ സമയത്ത് ഇന്ദ്രജിത്തിനെ പറഞ്ഞയച്ചു രാവണൻ. ഇന്ദ്രജിത്ത് രാവണന്റെ അതീവ ശക്തിശാലിയായ മറ്റൊരു പുത്രനായിരുന്നു. അദ്ദേഹം ഇന്ദ്രനെ പോലും ജയിച്ചിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ദ്രജിത്ത് എന്ന പേര് തന്നെ വന്നത്. അത്രയും അധികം ആയുധ നൈപുണ്യം ഉണ്ടായിരുന്ന അദ്ദേഹവും ഈ ഹനുമാൻ സ്വാമിയുടെ മുമ്പിലേക്ക് വന്നു. ഹനുമാൻ സ്വാമി അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്തു. ആ സമയത്ത് ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കേട്ടോ. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച സമയത്ത് ഹനുമാന് ശരിക്കും പറഞ്ഞാൽ ചിരിയാ വന്നത്. കാരണം ഹനുമാൻ സ്വാമിക്ക് സാക്ഷാൽ ബ്രഹ്മദേവനിൽ നിന്ന് തന്നെ വരം കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മാസ്ത്രത്തിന് അദ്ദേഹത്തിന് ശാശ്വതമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. പക്ഷെ അദ്ദേഹം വിചാരിച്ചു, ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അങ്ങോട്ട് പോയാൽ അത് ശരിയാവില്ല. കാരണം എനിക്ക് രാവണനെ കാണണം, മാത്രമല്ല എനിക്ക് ലങ്ക എങ്ങനെയാണെന്ന് അറിയണം. അപ്പം അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം അദ്ദേഹത്തിൽ ഏറ്റതായിട്ട്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് അദ്ദേഹം നടിച്ചു. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനത്തിലാണ് അദ്ദേഹം എന്ന് എല്ലാവർക്കും തോന്നി. ആ സമയത്ത് രാക്ഷസന്മാർ വന്നിട്ട് കുറച്ചുകൂടി കയറൊക്കെ എടുത്ത് കെട്ടിയിത്രേ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തത്രേ. ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനമുള്ള ഒരാളെ വേറൊരു ബന്ധനത്തിലാക്കിയാൽ ആ ബന്ധനം ഇല്ലാണ്ടാവുകത്രേ ചെയ്യുക. അതൊന്നും അറിയാതെ എന്തായാലും രാക്ഷസന്മാരൊക്കെ കൂടി കയറൊക്കെ എടുത്ത് ആ ഹനുമാനെ കെട്ടി ബന്ധനസ്ഥനാക്കി. എന്നിട്ട് അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹവും അതെ എന്താ പറയുക എല്ലാം അനുസരിക്കണ ഒരു ചെറിയ കുട്ടിയെ പോലെ അദ്ദേഹം പിന്നാലെ ചെന്നു. ആ സമയത്താണ് രത്നസിംഹാസനത്തിലിരിക്കുന്ന രാവണനെ അദ്ദേഹം കണ്ടത്. കണ്ട മാത്രയിൽ ആദ്യം തോന്നിയത് എന്തായിരുന്നു അത്രേ? തേജസ്വിയായ ഇദ്ദേഹം അധർമ്മത്തിൻ്റെ മാർഗം വെടിഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹം ശരിക്കും ദേവന്മാർക്ക് പോലും രക്ഷകനാവാൻ പാകത്തിനുള്ള ശക്തിമാനല്ലേ എന്നായിരുന്നു അത്രേ ഈ ഹനുമാൻ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അധർമ്മത്തിനോട് കൂട്ടുപിടിച്ച് എന്ത് കഴിവുണ്ടായിട്ടും കാര്യമില്ല, അത് നശിച്ചു പോവുകയുള്ളൂ. എന്നാൽ ധർമ്മത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അവർ ഉയർന്നേ വരുള്ളൂ. ശാശ്വതമായിട്ട് ഉയർച്ച അവർക്കേ ഉണ്ടാവുള്ളൂ എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. നമുക്ക് തോന്നും നമ്മൾ വിജയിച്ചു എന്ന്, അധർമ്മത്തിൻ്റെ കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ ചതിച്ച് കുതുകാൽ വെട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഉയരത്തിലെത്തി വലിയ ആൾക്കാരായി എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നും ശാശ്വതമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്തായാലും
അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ രാവണനെ നോക്കിയ സമയത്ത് രാവണൻ ചോദിച്ചു, നീ ആരാണ്, എന്തിനാണ് എൻ്റെ ലങ്കയിലേക്ക് വന്നത്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പ്രൗഢഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ കോസല രാജാവ് ശ്രീരാമദേവന്റെ ദൂതനാണ് എന്ന്. ആ സമയത്ത് ദൂതനാണ് എന്ന് പറഞ്ഞപ്പോൾ രാവണൻ ഇങ്ങനെ തറച്ചു നോക്കുകയാണ് ഹനുമാനെ. അപ്പൊ ഹനുമാൻ പറഞ്ഞു, രാമന്റെ പത്നിയായ ധർമ്മപത്നിയായ സീതയെ തിരിച്ചേൽപ്പിച്ച് രാമനോട് തെറ്റും മാപ്പും പറഞ്ഞാൽ നിനക്ക് നിന്റെ രാജ്യവും ജീവനും ആപത്തിൽ നിന്ന് രക്ഷിക്കാം, ഇനിയും വൈകിട്ടില്ല എന്ന്. ഇത് കേട്ടതും കൊന്നുകളയൂ ഈ വാനരനെ എന്നാണ് രാവണൻ പറഞ്ഞത്. ആ സമയത്ത് രാവണന്റെ സഹോദരൻ, ധർമ്മമാർഗത്തിൽ മാത്രം ചലിക്കുന്ന രാവണന്റെ സഹോദരനായ വിഭീഷണൻ ഇടപെട്ടിട്ട് പറഞ്ഞു, അത്രേ അങ്ങനെ ചെയ്യരുത്, കാരണം ഇദ്ദേഹം ദൂതനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൂതന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ രാജാവ് എന്താണോ പറയണത് അത് ഇവിടെ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിനെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ രാവണനെ എന്നിട്ട് സാവധാനം പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അവസാനം രാവണൻ ദേഷ്യമടക്കാൻ വയ്യാതെ ഈ വാനരൻ്റെ തീ വെച്ച് കളയൂ വാനരൻ്റെ വാല്. കാരണം വാനരന്മാർക്ക് അവരുടെ വാല് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അത് തീയിട്ട് നശിപ്പിക്കൂ എന്ന് പറഞ്ഞു. ഹനുമാൻ സ്വാമി ഒന്നും വേണ്ടിയില്ല. ഈ രാക്ഷസന്മാരെ വന്ന് പഴയ തുണികളൊക്കെ എടുത്ത് ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി ഹനുമാൻ സ്വാമിയുടെ വാലിൽ. ചുറ്റി എത്ര ചുറ്റും തോറും ഈ വാലിങ്ങനെ നീണ്ടു വരികയാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലാവണില്ല എന്താ സംഭവിക്കണമെന്ന്. അവസാനം ഇവർ വിചാരിച്ചു, ശരി ഉള്ളതാവട്ടെ എന്ന് കരുതി കുറെ നെയ്യും എണ്ണയും ഒക്കെ കൂടി ഒഴിച്ച് തീ വെച്ചു. ആ സമയത്ത് രാക്ഷസിമാര് സീതാദേവിയോട് പോയി പറഞ്ഞു കൊടുത്തു, നിന്നോട് സംസാരിച്ചിരുന്ന വാനരന്റെ വാലിൽ തീയിട്ടിട്ടുണ്ട് എന്ന്. ഇത് കേട്ട സീതാദേവിക്ക് വലിയ സങ്കടമായി കേട്ടോ. സീതാദേവി പറഞ്ഞു, ഞാൻ പാതിവൃത്യമുള്ളവളാണെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ഒന്നും പറ്റരുത്, ഹനുമാന് ഒന്നും പറ്റരുത്, ആ തീയെ ഹനുമാനെ ഏൽക്കാതെ പോട്ടെ എന്ന്. ഹനുമാനാണെങ്കിലോ ഈ തീയിട്ടാൽ മാത്രം പോരാട്ടോ, ലങ്കാപുരി ചുറ്റി നടന്ന് കാണിക്കട്ടെ, എല്ലാവരും കാണട്ടെ. കാരണം ലങ്ക മുഴുവൻ ഭീതിയിലാണ്ടൂലോ ഏതാനും ചില നിമിഷങ്ങൾ കൊണ്ട് തന്നെ. അപ്പോൾ ആ വാനരനെ പിടിച്ചു എന്നുള്ളത് എല്ലാവരും അറിയണ്ടേ, ആ ഭീതിജനകമായ അന്തരീക്ഷം അവിടുന്ന് മാറണ്ടേ. അതുകൊണ്ട് വാനരന്റെ വാലിൽ തീ വെച്ച് അവനെ നടത്തൂ ലങ്കാപുരി മുഴുവൻ. അപ്പൊ ഹനുമാൻ സ്വാമി വിചാരിച്ചു, ഇതന്നെ എനിക്കും വേണ്ടേ, ഈ ലങ്കയുടെ ഓരോ വഴികൾ എങ്ങനെയാണെന്ന്, ഓരോ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന് ഇതറിയാനാണല്ലോ ഞാനിവിടെ നിന്നത് എന്ന്. ഹനുമാൻ സ്വാമി പ്രതികരിച്ചില്ല. അദ്ദേഹത്തിനാണെങ്കിലോ ആ തീയൊക്കെ ഉണ്ടല്ലോ, ആ അഗ്നിയൊക്കെ ശരിക്കും തണുപ്പായിട്ടാണ് അത്രേ തോന്നിയത്. കാരണം എന്താ, സീതാദേവിയുടെ അനുഗ്രഹം ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഓരോന്നും നോക്കി കണ്ട് മനസ്സിലാക്കി രാക്ഷസന്മാരുടെ കൂടെ നടക്കുകയാണ്. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇങ്ങനെ മതി, ലങ്കയെല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്, ഈ വലിയ വാല് ചെറുതാക്കി. അപ്പൊ എന്തായി, അദ്ദേഹത്തിന്റെ രൂപം മൊത്തം ചെറുതായി. അപ്പൊ ആ ബന്ധനങ്ങളെല്ലാം കെട്ടഴിഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് ഒരു ചാട്ടം കൂടെ ചാടിയിട്ട് ആ ലങ്ക മുഴുവനും കത്തി തീയിട്ട് ആ വാല് കൊണ്ട് ഓരോ ഗൃഹങ്ങളിലും ഓരോ കൊട്ടാരങ്ങളിലും തീയിടാൻ തുടങ്ങി. വിഭീഷണന്റെ കൊട്ടാരത്തിൽ ഒഴിച്ച്. അദ്ദേഹം വിഭീഷണനെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അദ്ദേഹം മാത്രമാണ് ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നത്, ധർമ്മത്തിന് വേണ്ടി സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് ഒന്നും പറ്റിയില്ല. ബാക്കി എല്ലാവരുടെ കൊട്ടാരവും തകർക്കാൻ പാകത്തിന് തീ ഇട്ട് നശിപ്പിച്ച് അദ്ദേഹം ആ ജലാശയത്തിൽ അദ്ദേഹത്തിന്റെ വാലിമുക്കി ആ തീ ശമിപ്പിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, സീതാദേവി ഇരിക്കുന്ന ശിംശിബാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അശോകവനികയിൽ തീ പടർന്നു കാണുമോ എന്ന ഒരു സംശയം. ആ സംശയം മാറ്റാനായിട്ട് സീതാദേവിയെ കാണാൻ അദ്ദേഹം ചെന്നപ്പോൾ സീതാദേവിക്ക് ഒന്നും പറ്റിയില്ല. സീതയ്ക്കോ വലിയ സമാധാനമായി, ഹനുമാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. പരസ്പരം വിചാരിക്കുകയാണ് എന്താ പറ്റിയതാവോ എന്ന്. അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അമ്മയെ ശ്രീരാമനെയും കൂട്ടി വരാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് ഹനുമാൻ തിരിച്ച് ആ വാനരസേനയുടെ അടുത്തേക്ക് സമുദ്ര ലംഘനം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇന്നത്തെ ഈ ഒരു ഭാഗം അവസാനിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് യുദ്ധകാണ്ഡത്തിലേക്ക് തിരിക്കുകയാണ്. അതിനു മുൻപായിട്ട് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ശ്രീരാമദേവനെ കാണുന്ന നിമിഷം ഹനുമാൻ പറയുന്ന 2 വാക്ക് അതെന്താണ് എന്നുള്ളതാണ് കേട്ടോ. 2 വാക്കാണ് ആദ്യം തന്നെ പറയുന്നത്.
ആ 2 വാക്ക് അതെന്താണ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ഇന്നത്തെ എൻ്റെ ചോദ്യം. അറിയാവുന്ന ആളുകളെല്ലാം കമൻറ്റ് ചെയ്യൂ, അറിയാത്തവർ ഉത്തരത്തിനായിട്ട് കാത്തിരിക്കും. ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. ഇത്രയൊക്കെ വിശദീകരിച്ച് പറഞ്ഞാൽ ചോദ്യം ചോദിച്ച് പറയാനുള്ള ഉത്തരം പറയാനുള്ള സമയം ഉണ്ടാവില്ല. ഉള്ള സമയത്തിന് നമുക്ക് ചോദ്യം നോക്കാം അല്ലേ. രാജവല്ലി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത, ഞാൻ സവിതയോടൊരു സംശയം ചോദിച്ചിരുന്നു, മറുപടി തന്നില്ല. കാണില്ല എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളോടൊരു കിഴി എണ്ണാപ്പണം ഗുരുവായൂരപ്പനെ കാണിക്കയായി സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് നടയിൽ തന്നെ വെച്ച് തൊഴുതു പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരുന്നത്. എല്ലാം കൊടിമരച്ചുവട്ടിലാണ് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് നടയിൽ തന്നെ സമർപ്പിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ പലതവണ ഗുരുവായൂരിൽ പോയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ മാത്രമേ ഭഗവാനെ കണ്ടു തൊഴാൻ സാധിച്ചിട്ടുള്ളൂ. അവിടുത്തെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. അതുകൊണ്ട് പലപ്പോഴായി സവിതയോട് ചോദിച്ചു മനസ്സിലാക്കുന്നതാണ്. ഒരു മറുപടി തരണേ എന്ന്. തീർച്ചയായിട്ടും നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് മണ്ഡപത്തിൽ സമർപ്പിക്കാം. നമ്മൾ കൊണ്ടുവരുന്ന എന്ത് സാധനവും നമുക്ക് മണ്ഡപത്തിൽ സമർപ്പിക്കാം കേട്ടോ. ചൂലൊന്നും അകത്തേക്ക് ആരും കൊണ്ടുപോകാറില്ല. ചൂല് അവിടെ ഉപയോഗിക്കാത്തത് കൊണ്ടല്ല, അകത്ത് ക്ലീൻ ചെയ്യാൻ ചൂല് തന്നെയാണ് എടുക്കാറ്. പക്ഷെ എന്നാലും നാലമ്പലത്തിനകത്ത് നമ്മൾ സമർപ്പിക്കാറില്ല. അത് കൊടിമരത്തിന്റെ ചോട്ടിൽ തന്നെയാണ് സമർപ്പിക്കാറ്. അതല്ലാത്ത വഴിപാടുകളൊക്കെ നമുക്ക് നാലമ്പലത്തിനകത്ത് തന്നെ സമർപ്പിക്കാൻ എന്ന് പറഞ്ഞൊരു പട്ട് വിരിച്ചിട്ടുണ്ടായിരിക്കും മണ്ഡപത്തിൻ്റെ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാം. ഇതുപോലെ ഇപ്പം പിടിപ്പണാണെങ്കിൽ അതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വേണം കേട്ടോ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും നോക്കരുത്. മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇതവിടെ സമർപ്പിക്കുമ്പോഴും കൂടി നമ്മൾ ഗുരുവായൂരപ്പനെയാണ് നോക്കേണ്ടത്. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, നമ്മുടെ കയ്യിലേക്ക് നോക്കണ്ട, ഒന്നും വേണ്ട. ഭഗവാനെ തൊൽപ്രസാദായാൽ ഭൂയാൽ എന്നും പറഞ്ഞ് അത് അവിടെ വെക്കുക, നടക്കുക. അല്ല, ഭഗവാനെ സന്തോഷിക്കണേ പറഞ്ഞിട്ടോ. ഞാൻ അതിനെ പറഞ്ഞാൽ മനസ്സിലായില്ല പറയും കുറേ ആൾക്കാർ. ഭഗവാനെ അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ, ഇത് സന്തോഷിക്കണേ, പ്രസാദിക്കണേ, സന്തോഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതവിടെ വെച്ചിട്ട് നടക്കാം കേട്ടോ. അവിടെ എത്തിയിട്ട് നമ്മളിത് പൊതി തുറന്ന് എടുക്കാനൊന്നും ശ്രമിക്കരുത്. അപ്പോൾ അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. സതുകുട്ടി, ചേന കൊണ്ട് തുലാഭാരം എമൗണ്ട് എത്രയാകും എന്ന് ഷീബ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഈശ്വര, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് മുന്നേ നോക്കി വെച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ആ സമയത്ത് വന്നിട്ട് എനിക്ക് ഇത് എടുത്തു നോക്കേണ്ട അവസ്ഥയാണ്. ചേന കൊണ്ട് തുലാഭാരം 1 കിലോന് 40 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഒരു കിലോന് 40 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരഭാരം എത്രയാണോ അത്രയും ആണ് വേണ്ടത്. ചേന കൊണ്ട് തുലാഭാരം 1 കിലോ 20 രൂപയുള്ളൂ കേട്ടോ, 40 രൂപയില്ല. 1 കിലോ ചേനയ്ക്ക് 20 രൂപ. അപ്പോൾ എത്രയാണോ ശരീരഭാരം അത്രയും ഇൻറ്റു 20, അതാണ് കേട്ടോ കണക്ക്. ഓക്കെ, അടുത്തതായിട്ട് രാജി ആർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത പറഞ്ഞു സവിതയുടെ അച്ഛന് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മരണമായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. എങ്ങനെയാണ് ഒരാൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചോട്ടെ രാജി ചേച്ചി പൂർണ്ണമായും ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന്, എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത്. നമ്മൾ എന്താ പറയുക, ഭഗവാനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുക, ഒരു ശ്ലോകമുണ്ട്, അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരണില്ല. ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനോട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഗുരുവായൂരപ്പനോട് അതേമാതിരി തന്നെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് കേട്ടോ. ഞാൻ ആലോചിക്കട്ടെ, എനിക്ക് ആലോചിച്ചിട്ട് പറയാനുള്ള സമയം തരണം. അടുത്തതായിട്ട് ഹരിത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന്. ഞാൻ എന്താ പറയാ, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുമ്പോൾ
നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഭഗവാനെ എനിക്കത് സംഭവിച്ചു പോയത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് തെറ്റുപറ്റിയതാണെന്ന്. അതുകൊണ്ട് എനിക്കത് തിരിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മന്ത്രം ചൊല്ലണം എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രം ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞ് തന്നെ ചൊല്ലുക. ഞാനിപ്പോൾ എൻ്റെ റീസെൻ്റ്ലി ആയിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഞാൻ വിചാരിക്കണ പോലെ ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൊട്ടടുത്തല്ലേ വീട്, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. എന്നിട്ടും എനിക്ക് ഞാൻ വിചാരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോവാനോ ഞാൻ വിചാരിക്കുന്നത് പോലെ ഗുരുവായൂരപ്പനെ വിളിക്കാനോ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എന്ന് പറഞ്ഞ് ഒരു മന്ത്രം സെലക്ട് ചെയ്തിട്ട് ആ മന്ത്രം ചൊല്ലി എല്ലാ ദിവസവും ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും. ഗുരുവായൂരപ്പ, ഞാനിത് ചൊല്ലുന്നുണ്ട്, എനിക്ക് ഇന്നതാണ് അതിൻ്റെ ഉദ്ദേശം, ഗുരുവായൂരപ്പനെ നേരെയാക്കി തരണം എന്ന്. എന്നാൽ ആ മന്ത്രത്തിൻ്റെ അർത്ഥം എനിക്ക് ഗുരുവായൂരമ്പലത്തിൽ പോയി തൊഴണം എന്നല്ല കേട്ടോ. ആ മന്ത്രത്തിന് എന്ത് പവർഫുൾ ആയിട്ടുള്ള, എത്ര പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണെങ്കിലും അതിന് എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. എൻ്റെ ഉദ്ദേശമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതുകൊണ്ട് നേരെയാക്കി തരണം. നേരെയാക്കി തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കാൻ പാകത്തിനാക്കി തരണം. ഇത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചൊല്ലിയത്. എനിക്ക് ഒരുപാട് മാറ്റം എനിക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ ആഗ്രഹ സബലീകരണത്തിനായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രം എടുക്കുക. ഞാൻ തന്നെ പറഞ്ഞുതരാം. ഗോപീജന വല്ലഭായ സ്വാഹ എന്ന ഗോപാല മന്ത്രം ചൊല്ലിക്കോളൂ. അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള അതിതീവ്രമായ ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് എത്ര തവണ നിങ്ങൾക്കിത് ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ ഇത് ചൊല്ലിക്കോളൂ കേട്ടോ. ഗോപീജന വല്ലഭായ സ്വാഹ ഇത് ചൊല്ലി നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. എങ്ങനെ വേണമെന്നുള്ളതും എത്ര തവണ വേണമെന്നുള്ളതും ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് 2 ദിവസം ഞാൻ ചെയ്യാതിരുന്ന, ഞാൻ തന്നെ മറന്നു പോണ കാര്യമാണ്. നമ്മൾ ഇന്ന് ഏകശ്ലോകി രാമായണം ചൊല്ലിയിട്ടില്ല. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണ കുംഭകർണ ഹനനം മേധി രാമായണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ത്വൽപ്രസാദായ ഭൂയാൽ ശ്രീ ഗുരുവായൂരപ്പാ ശരണം.